ഈ ഭരണം കൈയാളുന്ന CPM ശ്രദ്ധിച്ചു പോന്നു. ഇന്ന് നമ്മുടെ മാലിന്യ സംസ്കരണ പ്ലാന്റിന്റെ ഉള്ളിലേക്ക് നമ്മൾ കാലെടുത്ത് വെച്ചാൽ അവിടെ പഴയൊരു, നമുക്കറിയാം പണ്ട് തൃശ്ശൂരിൽ ലാലൂര് എങ്ങനെയായിരുന്നു, അത്തരത്തിൽ പഴയന്നൂരിന്റെ ലാലൂരായിട്ട് ഇന്ന് കോടത്തൂര് മാറുന്ന ഒരു സാഹചര്യമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പഞ്ചായത്തിന് മുന്നിൽ നമ്മുടെ മെമ്പർമാർ 3 പേർ ഒരു സത്യാഗ്രഹ സമരം, ഉപരോധ സമരം ആരംഭിച്ചിരിക്കുകയാണ്. നിരാഹാര സമരം ഇവിടെ നടത്താൻ ഉണ്ടായ കാരണങ്ങൾ ഇവിടെ നമ്മുടെ മെമ്പർ വിശദമായി പറയുകയുണ്ടായി. എന്തു തന്നെയായാലും പഴയന്നൂർ പഞ്ചായത്തിലെ കോടത്തൂർ നിവാസികളെ ദുരിതത്തിലാക്കുന്ന മാലിന്യ സംസ്കരണ പ്ലാന്റിലെ അഴിമതിയും കെടുകാര്യസ്ഥതയും പഴയന്നൂർ പഞ്ചായത്തിലെ മുഴുവൻ ജനങ്ങളുടെ മുന്നിലും എത്തിക്കുന്നതിന് വേണ്ടിയാണ് ഞങ്ങളുടെ ബഹുമാനപ്പെട്ട മെമ്പർമാർ ഇന്ന് ഈ സത്യാഗ്രഹ സമരം ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഭാരതീയ ജനതാ പാർട്ടി എന്തുകൊണ്ട് പഞ്ചായത്തിലും അതുപോലെ തന്നെ സംസ്ഥാനത്തിലുമൊക്കെ പ്രതിനിധികളായിട്ട് വരരുത് എന്ന് ഇരുകൂട്ടരും താല്പര്യപ്പെടുന്നുണ്ട് എന്നുള്ളതിന്റെ കാരണം മനസ്സിലാക്കാൻ നമ്മൾ ശ്രമിച്ചാൽ ഒരു കാര്യം കൃത്യമാകും. ഭാരതീയ ജനതാ പാർട്ടിയുടെ ഒരു മെമ്പർ ആ പഞ്ചായത്തിൽ കയറുകയോ ഒരു MLA നിയമസഭയിൽ കയറുകയോ ചെയ്താൽ ഇത്തരത്തിലുള്ള അഴിമതികൾ രണ്ടു കൂട്ടരും കാലങ്ങളായി നടത്തുന്ന അഴിമതികൾ പുറത്തു വരുമെന്നുള്ളത് കൊണ്ടാണ്. ഈ 2 പേരും ഒന്നിച്ചാണ് ഭാരതീയ ജനതാ പാർട്ടിയെ അധികാരത്തിൽ നിന്ന് മാറ്റി നിർത്തുവാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് പഴയന്നൂരിലെ ഭാരതീയ ജനതാ പാർട്ടിയുടെ NDAയുടെ 3 ശക്തരായിട്ടുള്ള മെമ്പർമാർ അതിനുള്ളിൽ കയറിപ്പറ്റിയത് കൊണ്ടാണ് പൊതുജനം പല വാസ്തവങ്ങളും അഴിമതിയുടെ കഥകളും പുറത്തേക്ക് വരുന്നത് കാണുന്നത്. അതല്ലെങ്കിൽ ഈ ഒത്തുതീർപ്പ് രാഷ്ട്രീയം വെച്ച് നിങ്ങൾ 5 വർഷം ഭരിച്ചോ, അടുത്ത 5 വർഷം ഞങ്ങൾ കക്കുമ്പോൾ മിണ്ടാതിരിക്കണം എന്നുള്ള ഒരു അഡ്ജസ്റ്റ്മെന്റ് രാഷ്ട്രീയത്തിലായിരുന്നു ഇത്രയും കാലം ഇവിടുത്തെ